ഈ ഒരാള് തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് വയറ്റിലുള്ള കുട്ടിയെ ചാതന് ബലി നൽകണമെന്ന് പറയുന്നുണ്ട്. അവൾ എന്നാ അതിന് ഒരു നിലക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാർത്തിക് എന്ന് പറഞ്ഞ ഇവനെ അവന്റെ മുത്തശ്ശൻ കണ്ണിലേക്ക് തന്നെ നോക്കി വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. കാർത്തിക്കിന് കടം കൊടുത്ത ശിവ എന്ന് പറഞ്ഞ അവന്റെ ഫ്രണ്ട് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാനായിട്ട് വരുമ്പോ അവന്റെ ഭാര്യയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് കാർത്തിക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ശിവയെ കാർത്തിക് കൊന്നു കളയുന്നുണ്ട്. പക്ഷെ കൊന്നു കളഞ്ഞതിന് ശേഷമാണ് അവൻ ഈ ചെയ്തതോർത്ത് അവനക്ക് പേടി തോന്നുന്നത്. അതുവരെ മുത്തശ്ശന്റെ കൺട്രോളിലായിരുന്നു അവന്റെ മൈൻഡ് ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കണ്ട് അവന്റെ അനിയത്തി ദീപ്തിക്കും ഭാര്യ കീർത്തനക്കും സങ്കടം തോന്നാണ്. അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ദീപ്തിയുടെ ലവർ ആയിട്ടുള്ള സന്ദീപ് ഒരു പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. കാരണം ശിവയെ കാണാനില്ല എന്ന് പറഞ്ഞ അവന്റെ ഭാര്യ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിക്കാനാണ് ആ ഒരു പോലീസുകാരൻ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ശിവയെ പറ്റി അറിയുമെന്ന് അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവരറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ സന്ദീപ് ആയിരുന്നു രാവിലെ ശിവയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കിയത്. പോലീസുകാരൻ അവിടെ മുഴുവൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ശിവയുടെ ബോഡി കാണുന്നുണ്ട്. മുത്തശ്ശന്റെ സ്വത്ത് എഴുതി വാങ്ങിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് കാർത്തിക് പറഞ്ഞതനുസരിച്ച് ആ ഒരു പോലീസുകാരൻ ആ ഒരു സ്വത്ത് മുഴുവൻ തന്റെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും പറയാണ്. കാർത്തിക്കും അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ പോലീസുകാരൻ മുത്തശ്ശന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് 20 വർഷം മുന്നേ ആ ഒരു മുത്തശ്ശൻ മരിച്ചു എന്നുള്ള കാര്യം പോലീസുകാരൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കാർത്തിക്കും അവന്റെ ഫാമിലി ഇവിടെ വന്ന ദിവസം മുഴുവൻ ആ ഒരു മുത്തശ്ശൻ കിടക്കയിൽ കിടക്കുന്നതായിട്ട് കണ്ടിരുന്നു. എന്നാൽ മുത്തശ്ശൻ ഇപ്പോ ആ കിടക്കയിൽ കാണുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവരിവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സെന്തിൽ എന്ന് പറഞ്ഞ ആളും 20 വർഷം മുന്നേ തന്നെ മരിച്ചിരുന്നു. പോലീസുകാരൻ കരുതുന്നത് അവരെല്ലാവരും കൂടി തന്നെ പറ്റിക്കുന്നതാണ്, നോണ പറയുന്നതാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരൻ സ്വത്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാർത്തിക്കിനോട് സ്വത്തൊന്നും വേണ്ട എന്നും പകരം നിന്റെ ഭാര്യയെ തന്നാ മതി എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട കാർത്തിക്കും പോലീസുകാരനും അവിടെ കിടന്ന് തല്ലുണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ആ പോലീസുകാരൻ കാർത്തികിനെ ഒരു റൂമിലേക്ക് തള്ളിയിടാണ്. അവൻ വീണ്ടും വശീകരണത്തിൽ പെടുന്നുണ്ട്. ആ ഒരു പോലീസുകാരൻ കീർത്തനയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുന്ന സമയം കാർത്തിക് അവിടേക്ക് വരെയും എന്റെ ഭാര്യയെ നീ എടുക്കണ്ട, പകരം എന്റെ അനിയത്തിയെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാനായിട്ട് അവനോട് പറയുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.